ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വചനയാത്രയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ മാസം 31-ാം തീയതി. ഒരു മാസത്തിൻ്റെ അവസാന ദിവസത്തോടൊപ്പം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക വണക്കമാസത്തിൻ്റെ അവസാനം കൂടിയാണിന്ന്. കഴിഞ്ഞ 31 ദിവസങ്ങൾ നമ്മിൽ പലരും ഒത്തിരി അധികം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മിഴികളിലൂടെ ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും താതാമ്യപ്പെടുകയും ചെയ്തു. അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിലേക്ക് നാം നടന്നെടുക്കുകയും ചെയ്തു. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഇന്നേ ദിവസം മനോഹരമായൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതവും ഇന്നത്തെ സുവിശേഷ ഭാഗവും നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്. അതിപ്രകാരമാണ്: When the heart is full of love, rules become secondary. Mercy becomes first. ഹൃദയം സ്നേഹത്താൽ നിറയുമ്പോൾ നിയമങ്ങൾ ദ്വിതീയമാകും, കരുണ ഒന്നാമതായി മാറും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് സാബത്ത് ദിവസം രോഗശാന്തി നൽകുന്ന യേശുവിനെ വിമർശിക്കുവാനായിട്ട് കാത്തു നിൽക്കുന്ന ഫരിസേയ പ്രമാണികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെയുള്ളവർക്ക് യേശു തൻ്റെ പ്രവൃത്തി വഴി പകർന്നു നൽകുന്ന സത്യം ഇതാണ്: നിയമത്തേക്കാൾ വലുതാണ് സ്നേഹം. ചട്ടങ്ങളേക്കാൾ, വ്യവസ്ഥകളേക്കാൾ, നിബന്ധനകളേക്കാൾ വലുതാണ് കരുണ. ഭക്തി അനുഷ്ഠാനങ്ങളേക്കാൾ, ആചാരങ്ങളേക്കാൾ ഏറ്റവും വലുതാണ് സ്നേഹമെന്നും കരുണയെന്നും യേശു തൻ്റെ പ്രവൃത്തി വഴി അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹം പറഞ്ഞവരെ, പരിശുദ്ധ അമ്മയും തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചത് ഇത് തന്നെയാണ്. ഗബ്രിയേൽ ദൂതൻ്റെ അഭിവാദനം ഉണ്ടാകുമ്പോൾ അടയാളമല്ല പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുക, മറിച്ച് പരിപൂർണ സമ്മതമാണ് പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതന് മറുപടിയായിട്ട് നൽകുക. പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ സന്ദർശന വേളയിൽ നമുക്ക് മറ്റൊരു പാഠം നൽകുന്നുണ്ട്: സ്നേഹത്തിന് കാത്തിരിക്കുവാനാകില്ല, മറിച്ച് എപ്പോഴും പ്രവർത്തിക്കുവാനായിട്ട് സജ്ജമായിരിക്കണം. സ്നേഹം പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗവും പരിശുദ്ധ അമ്മയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒറ്റ കാര്യം തന്നെയാണ്: മറ്റുള്ളവരോട് സ്നേഹത്തോടും കരുണയോടും കൂടി വർത്തിക്കുക. നിയമത്തെക്കാളും നിബന്ധനകളെക്കാളും വ്യവസ്ഥകളെക്കാളും ഉപരി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരോട് കരുണ കാണിക്കുവാനും തയ്യാറാവുക. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഈ മരിയൻ മാസം അവസാനിക്കുമ്പോൾ നാം നമ്മോട് തന്നെ സ്വയം ചോദിക്കേണ്ട കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. ഒന്നാമതായി നാം നമ്മോട് ചോദിക്കണം: എൻ്റെ പ്രാർത്ഥനകൾ എന്നെ സ്നേഹത്തിലേക്ക്, മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് എന്നെ നയിക്കുന്നുണ്ടോ? രണ്ടാമതായി, എൻ്റെ ഭക്തി എന്നെ സേവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടോ? മൂന്നാമതായി, ഓരോ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഈ ഓരോ ജപമണികളും യേശുവിൻ്റെ ഹൃദയവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ശൃംഖലകളായിട്ട് എൻ്റെ ജീവിതത്തെ മാറ്റുന്നുണ്ടോ? സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഈ ചോദ്യങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.